ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചക്ക കൊണ്ടുള്ള വിഭവം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ചക്കച്ചുള എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് 3 പീസ് ശർക്കരയിലേക്ക് 3/4 കപ്പ് വെള്ളം ചേർത്തിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് അരിച്ചെടുത്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ. ശർക്കര നമുക്ക് ഇതുപോലെ മെൽറ്റ് ചെയ്തിട്ട് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാലേ അതിലുള്ള അഴുക്കൊക്കെ നമുക്ക് കളയാൻ പറ്റുള്ളൂ. നേരിട്ട് ചേർക്കുകയാണെങ്കിൽ അഴുക്കൊക്കെ അതിൽ പെടും. അപ്പോൾ ഇതാ ശർക്കര പാനിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ചൂട് പോയതിന് ശേഷം നമുക്ക് അരിച്ചെടുത്ത് ചേർക്കാം. പിന്നെ ഇതിലേക്കൊരു കടായി വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നെയ്യ് മെൽറ്റായി ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്തിട്ട് ഒന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം. ഇനി ഈ നെയ്യിലേക്ക് നമ്മളിവിടെ അരച്ച് വെച്ചിട്ടുള്ള ചക്കയില്ലേ, അത് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഈ ചക്കയ്ക്ക് നെയ്യിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ നെയ്യിലിട്ടൊന്ന് വരട്ടിയെടുക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചക്ക കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കാരണം നമ്മളിത് റെഡിയാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കടിക്കണമെങ്കിൽ ചെറിയ ചെറിയ ചക്കയുടെ പീസസ് കട്ട് ചെയ്തിട്ട് ഇടുന്നതും നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ അരച്ചിട്ട് മാത്രമേ ഇടുന്നുള്ളൂ. നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്താൽ നെയ്യിൻ്റെ ഫ്ലേവർ ചക്കയിൽ നല്ല പോലെ പിടിച്ച് കിട്ടും. ഏകദേശം ഒരു 2-3 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനിയില്ലേ, അത് അരിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ചേർത്തിട്ട് ഈ ചക്കയും ശർക്കരപ്പാനിയും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. വേണമെങ്കിൽ ഒരു ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് ഇളക്കിയെടുത്താലും മതി. അപ്പം നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയൊരു തേങ്ങയിൽ നിന്നുമാണ് കേട്ടോ തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് എടുത്ത 2ാം പാലാണ് കേട്ടോ ഇത്. 1ാം പാൽ മാറ്റി വെച്ചതിന് ശേഷം 2ാം പാൽ വെച്ചിട്ടാണ് നമ്മളിത് ഈ ചക്ക ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ 2ാം പാൽ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ നമുക്കിത്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് ഒന്ന് വറ്റി വരണം കേട്ടോ. എന്നാലേ നമുക്കിത് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. 2-3 ഏലക്ക ഒന്ന് പൊട്ടിച്ച് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ചെറുതായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വരണം ഇത്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ചെറുതായിട്ട് വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് തേങ്ങാപ്പാൽ ചേർക്കുന്നത് കേട്ടോ. കാരണം തേങ്ങാപ്പാൽ വളരെ കുറച്ചുള്ളൂ, 1/2 കപ്പോളുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നല്ലപോലെ വെട്ടി തിളക്കുന്ന സമയത്ത് തന്നെ ചേർത്താൽ ഒന്നിച്ച് അങ്ങോട്ട് തിളച്ച് പോകും. അപ്പം ടേസ്റ്റ് ഉണ്ടാവില്ല തേങ്ങാപ്പാൽ ചേർത്ത്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് തേങ്ങാപ്പാൽ ചേർത്ത് ഇളക്കിയെടുത്തത് കേട്ടോ. ഇതിലേക്ക് നമ്മളിവിടെ മൂപ്പിച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് ഇളക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതിനിടയിൽ കടിക്കണമെങ്കിൽ കുറച്ച് ചക്ക കഷ്ണങ്ങളാക്കിയിട്ട് ആ നെയ്യിൽ വരട്ടിയ സമയത്ത് കഷ്ണങ്ങളാക്കിയ കുറച്ച് ചക്ക കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചക്കപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്